ഹാവ്, ഹാസ്, ഹാഡ് ഈ മൂന്ന് സാധനങ്ങൾ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ കേൾക്കുന്നതാണ്. എന്താണ് ശരിക്കും ഹാവ്, ഹാസ്, ഹാഡ് ഈ മൂന്ന് വെർബുകളുടെ യൂസേജ്, എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ വേണ്ടവർ സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ സുഹൃത്തിന് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ട് എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്, ഇപ്പോൾ കയ്യിലുണ്ട് എന്നതിന് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ഹാവും ഹാസും. ഹാവ് ഉപയോഗിക്കേണ്ടത് ഐ, യു, ദേ, വി എന്നീ പറയുന്ന സബ്ജക്റ്റുകളുടെ കൂടെയാണ്. ഞാൻ ചില ഉദാഹരണം പറഞ്ഞുതരാം. ഐ ഹാവ് എ ബുക്ക്, എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. യു ഹാവ് എ ബുക്ക്, നിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ദേ ഹാവ് എ ബുക്ക്, അവരുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. വി ഹാവ് എ ബുക്ക്, നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. അല്ലെങ്കിൽ വി ഹാവ് ബുക്സ്, ഞങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ട് എന്നൊക്കെ പറയാം. എന്നാൽ ഹി ഹാസ് എന്ന് പറയാം. ഹി ഹാസ് എ ബുക്ക്, ഷീ ഹാസ് എ ബുക്ക്, അവന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, അവളുടെ കയ്യിൽ പുസ്തകമുണ്ട്. രാഹുൽ ഹാസ് എ ബുക്ക്, രാഹുലിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. അപ്പൊ ഇതാണ് ഹാവ്, ഹാസ് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. ഉണ്ട് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വെർബാണ്. നമ്മുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഡ് എന്ന വെർബ്. ഇവിടെ നമ്മൾക്ക് ഡിഫറൻസ് കാണിക്കേണ്ടതില്ല. എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും ഹാഡ് എന്നാണ്. ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും ഹാഡ് എന്ന് വെച്ചിട്ട് നമ്മൾ പറയുക. അതായത് ഐ ഹാഡ് എ ബുക്ക്, എന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. യു ഹാഡ് എ ബുക്ക്, നിന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. വി ഹാഡ് എ ക്ലാസ് യെസ്റ്റർഡേ, ഇന്നലെ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാലോ. അതേപോലെ ഹി ഹാഡ് എ ഹെഡേക്ക് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ഒരു തലവേദന ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ കാർ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം അവളുടെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരുന്നു. രാഹുൽ ഹാഡ് എ ഫീവർ ലാസ്റ്റ് വീക്ക്, രാഹുലിൽ കഴിഞ്ഞ ആഴ്ച ഒരു പനി ഉണ്ടായിരുന്നു. ഹാഡ് കണ്ടില്ല. അപ്പൊ ഈ ഹാഡ് എന്നുള്ളത് എല്ലാ സബ്ജക്റ്റുകളുടെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഹാവ്, ഹാസ് ഇപ്പോൾ കയ്യിൽ ഉള്ളത് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ സബ്ജക്റ്റുകൾക്കനുസരിച്ച് മാറും. അയ്യോ ദേവി എന്നുള്ളതിന്റെ കൂടെ ഹാവ് ആയിരിക്കും. ഈ, ഷീ, ഇറ്റ്, രാഹുൽ എന്നൊക്കെ ആണെങ്കിൽ അവിടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസുമായിരിക്കും. ഐ ഹാവ് എ മീറ്റിംഗ് ടുഡേ, എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. യെസ്റ്റർഡേ വി ഹാഡ് എ ക്ലാസ്, ഇന്നലെ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഐ ഹാവ് എൻ ഐഡിയ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇത്തരം വെർബുകളെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെന്റൻസുകളും ഡയലോഗുകളും ഒക്കെ ഞാൻ ഒരു PDF-ലാക്കി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ താഴെ PDF എന്ന് കമന്റ് ചെയ്യുക.